ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയ അന്വേഷണ സംഘം ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ ഇന്ന് റിമാൻഡ് ചെയ്യും. 2025 ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും സ്വർണം പൂശുന്നതിന് കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു PS പ്രശാന്ത്. ഏത് സാഹചര്യത്തിലാണ് ഈ നടപടിയെന്നാണ് SIT പരിശോധിക്കുന്നത്. നേരത്തെ ഒരു തവണ PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തിരുന്നു. പ്രശാന്ത് പറഞ്ഞ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനായാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. 2 ദിവസത്തിനകം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് തീരുമാനം. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് PS പ്രശാന്ത് വ്യക്തമാക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തത് മാത്രമാണ് തന്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവെന്നും പ്രശാന്ത് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ പ്രശാന്തിന്റെ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ നേരിട്ടെത്തിയാവും പൂർത്തിയാക്കുക. ആരോഗ്യനില മോശമായതിനാൽ ശങ്കരദാസിനെ SIT കസ്റ്റഡിയിൽ വാങ്ങില്ല, ജയിലിലേക്ക് മാറ്റില്ല. ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് KP ശങ്കരദാസ് ചികിത്സയിലുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണോ അതോ നിലവിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരണമോ എന്ന കാര്യത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ജഡ്ജിയാകും തീരുമാനമെടുക്കുക. ദ്വാരപാലക കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റും SIT വൈകാതെ രേഖപ്പെടുത്തും. മീഡിയ 1 തിരുവനന്തപുരം.